ത്വരീഖത്തുകൾ ഒരുപാട് ഖൈറായ ത്വരീഖത്തുകളുണ്ട്. നല്ലത് കിട്ടിയാൽ ഭാഗ്യം. ഒരു ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്തു എന്നതുകൊണ്ട് മാത്രം പിന്നെ സ്വർഗത്തിന്റെ കാര്യം അവർ ഏറ്റെടുത്തു. അങ്ങനെ മനസ്സിൽ വിശ്വസിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അത് ചെയ്യരുത് എന്ന ആലിമീങ്ങൾ പറയാം. മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ തന്നെ ത്വരീഖത്തിന്റെ വിഷയങ്ങൾ പരാമർശിച്ചെടുത്ത് ശറഇന്റെ വിവക്ഷ എങ്ങനെയാണ് എന്ന് വിവരിച്ചിട്ടുണ്ട്. എന്താണ് ത്വരീഖത്ത്? ഒരിക്കലും നമ്മുടെ ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഒന്നും നോക്കണ്ട, ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ സ്വഹാബിമാർ ഈ 30 പേര് ഇബ്നു അബീ മുലൈക തങ്ങൾ പറയാ, ഞാൻ കണ്ട 30 സ്വഹാബിമാർ പേടിച്ചിട്ടാ ജീവിച്ചത്. എന്റെ ഈമാൻ പോകുമോ? അവരാർക്ക് കൈ കൊടുത്തവരാ? ആരെ ബൈഅത്ത് ചെയ്തവരാ? അഷ്റഫുൽ ഖൽഖിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിക്കണം നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുമോ, അതിൽ കാപട്യം വന്നു പോകുമോ എന്ന് നമ്മളെ തെറ്റിദ്ധരിക്കണം. തുഹ്മത്തുൻ നഫ്സ്, നമ്മളെ പറ്റി തെറ്റിദ്ധരിക്കണം എന്നാണ്. പടച്ചവനെ, ഞാൻ നല്ല ആളല്ലല്ലോ, എനിക്ക് കുറവുകളുണ്ടല്ലോ റബ്ബേ, എനിക്ക് ന്യൂനതകളുണ്ട്, എനിക്ക് തിരുത്തേണ്ട ഒരുപാട് തെറ്റുകൾ എന്നിലുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടവരാണ്. സ്വഹാബിമാരിൽ 30 പേരെ ഞാൻ പരിചയപ്പെട്ടപ്പോ 30 ആളുകളും ലഖദ് അദ്റക്തു 30 മിൻ അസ്ഹാബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻഹും വാഹിദുൻ ഇല്ലാ വയഖാഫു അലാ നഫ്സിഹി നിഫാഖ്. ഞാൻ പരിചയപ്പെട്ട 30ഓളം സ്വഹാബിമാർ തനിക്ക് നിഫാഖുണ്ടോ, കാപട്യമുണ്ടോ എന്ന് ഭയപ്പെടുന്നവരായിരുന്നു. അതിൽ ഒരാൾ പോലും എന്റെ ഈമാൻ ജിബ്രീൽ തങ്ങളുടെ, മീകായിൽ തങ്ങളുടെ, ഇസ്രാഫീൽ അലൈഹിസ്സലാം അവരുടെ ഈമാൻ പോലെയാണ് എന്റെ ഈമാൻ എന്ന് ഒരാളും പറയാറില്ല. അതായത് ആത്മവിമർശനം ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ്.